بسم الله الرحمن الرحيم يوم يقوم الروح والملائكة صفا لا يتكلمون إلا من أذن له الرحمن وقال صوابا. السلام عليكم ورحمة الله. الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهد الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون. സ്നേഹം നിറഞ്ഞ നല്ലവരായ രക്ഷിതാക്കളെ, ജ്യേഷ്ഠ അനുജ സഹോദര സഹോദരിമാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, അളവറ്റ ദയാപരനും കാരുണ്യവാനുമായ അല്ലാഹുവിന്റെ രക്ഷയും സമാധാനവും നമ്മിൽ ഏവരിലും സദാ വർഷിക്കുമാറാവട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിക്കുകയാണ്.
പാരത്രികമായ ലോകത്ത് അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു ഒരുക്കി വച്ചിരിക്കുന്ന ഭയാനകമായ നരകത്തിന്റെ തീജ്വാലകളിൽ നിന്ന് രക്ഷപ്പെട്ട് സുഖാനുഭൂതിയുടെ സങ്കേതമായ പടച്ച റബ്ബിന്റെ സ്വർഗത്തിലേക്ക് എത്തണം എന്ന് അതിയായി ആഗ്രഹിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം എന്തുകൊണ്ടും ഏറെ ശ്രദ്ധ കൊടുത്ത് മനസ്സിലാക്കേണ്ട ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് നമുക്ക് ഈ സമയം ഇവിടെ ചർച്ച ചെയ്യുവാനുള്ളത്. ഇബാദുർ റഹ്മാൻ എന്ന് പറയുമ്പോൾ നേർക്കുനേരെ അതിന്റെ അർത്ഥം വായിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നത് കാരുണ്യവാനായ റബ്ബിന്റെ അടിമകൾ അഥവാ അല്ലാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ, അല്ലാഹുവിന്റെ ഇഷ്ടം സമ്പാദിച്ച, നാളെ പരലോകത്ത് അല്ലാഹുവിന്റെ അനുവാദപ്രകാരം അവന്റെ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെട്ട് ആ സ്വർഗീയ ആരാമത്തിലേക്ക് പ്രവേശിക്കുന്ന അടിമകൾ. അവർ എങ്ങനെയുള്ളവരാണ് എന്നും അവരുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുമാണ് ഈ വിഷയത്തിൽ ഊന്നി എനിക്ക് നിങ്ങൾക്ക് മുന്നിൽ സംസാരിക്കുവാനുള്ളത്. പ്രിയപ്പെട്ടവരെ, ഞാനും നിങ്ങളും മനസ്സിലാക്കുന്നത് പോലെ ഒരു തിരിച്ചുപോക്ക് ജീവിതത്തിൽ സംഭവിക്കും എന്ന് അതിയായി വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നമ്മിൽ ഒരാളുടെയും അനുവാദമില്ലാതെ, ഒരാളോടും സമ്മതം ചോദിക്കാതെ പടച്ച റബ്ബ് ഈ ദുനിയാവിലേക്ക് ജനിപ്പിച്ച് വിട്ടവരാണ് നമ്മളൊക്കെ. അതുകൊണ്ട് തന്നെ ഒരാളുടെ സമ്മതത്തിനും കാത്തുനിൽക്കാതെ, ഒരാളോടും അനുവാദം ചോദിക്കാതെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ മരിപ്പിക്കുകയും ചെയ്യും. വിശുദ്ധ ഖുർആനിലെ 3-ാം അധ്യായത്തിന്റെ 145-ാമത്തെ വചനത്തിലൂടെ ആ കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വമാ കാന ലിനഫ്സിൻ അൻ തമൂത ഇല്ലാ ബിഇദ്നില്ലാഹി കിതാബൻ മുഅജ്ജല. ലോകത്തൊരു മനുഷ്യൻ മരിക്കുക എന്നുള്ളത് അല്ലാഹുവിന്റെ അനുവാദത്തോടു കൂടിയല്ലാതെ ആയിരിക്കുകയില്ല. അഥവാ പടച്ച റബ്ബ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമി ലോകത്തേക്ക് പിറന്നു വീഴുന്നതിന്റെ മുമ്പ് തന്നെ അല്ലാഹു ഈ ഭൂമിയിൽ ഒരുക്കി വച്ചിരിക്കുന്ന വെള്ളം എത്ര കാലം വരെയാണ് അവൻ കുടിക്കേണ്ടത്, എത്ര കാലം വരെയാണ് പടച്ച റബ്ബിന്റെ ഭക്ഷണം കഴിക്കേണ്ടത്, പടച്ച റബ്ബിന്റെ വായു ശ്വസിക്കേണ്ടത്, എത്ര സമയം വരെ എന്നെല്ലാം വളരെ വ്യക്തമായി പടച്ച റബ്ബ് രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. കിതാബം മുഅജ്ജല. മാതാവിന്റെ ഗർഭപാത്രത്തിൽ വളരാൻ തുടങ്ങിയ സമയം മുതൽ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ
ഒരിക്കൽ അല്ലാഹുവിന്റെ ദർബാറിലേക്ക് കരങ്ങളുയർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന അല്ലാഹുവിന്റെ റസൂല് കേൾക്കുകയാണ്. പ്രവാചകൻ മരിച്ചതിനു ശേഷമല്ല പ്രാർത്ഥിക്കുന്നത്, പ്രവാചകൻ ജീവനോടുകൂടി തൊട്ടപ്പുറത്തുണ്ട്. ആ സമയത്ത് അല്ലാഹുവിനോട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പ്രാർത്ഥനയിലൂടെ തന്റെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹമതാ നാഥന്റെ മുന്നിൽ ബോധിപ്പിക്കുകയാ. അല്ലാഹുവിനെ വിളിച്ചുകൊണ്ട് പറയുന്നു, അല്ലാഹുമ്മ അംതിഇനി ബിസൗജി റസൂലില്ലാഹ് വബി അബി സുഫിയാൻ വബി അഖീ മുആവിയ. അല്ലാഹുമ്മ അല്ലാഹുവേ അംതിഇനി ബിസൗജി റസൂലില്ലാഹ്, എന്റെ ഭർത്താവിനെ കൊണ്ട് എനിക്ക് നീ ജീവിത സൗഖ്യം നൽകണമേ. എന്റെ ജീവിതത്തിന്റെ അവസാന സമയം വരെ എന്റെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന സുഖ ദുഃഖ നിമിഷങ്ങളിൽ മുഴുവനും എന്റെ കൂടെ എന്റെ ഭർത്താവ് ഉണ്ടായിരിക്കണേ നാഥാ. ഏത് ഭാര്യയാണ് സ്നേഹനിധിയായ ഭർത്താവ് തന്റെ ജീവിതാവസാനം വരെ തന്റെ കൂടെ ഉണ്ടാവണമെന്ന് കൊതിക്കാത്തത്? ആ കൊതി അല്ലാഹുവിന്റെ മുന്നിലല്ലേ പറയേണ്ടതും? അത് വലിയ തെറ്റായ ഒരു കാര്യമല്ല. ശേഷം വീണ്ടും അതാ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ ചോദിക്കുന്ന കാര്യമെന്താ? എന്റെ പിതാവ് അബൂ സുഫിയാൻ, അതുപോലെ തന്നെ എന്റെ സഹോദരൻ മുആവിയ, ഇവരെല്ലാവരും എന്റെ കൂടെ എന്റെ ജീവിതാവസാനം വരെ എന്റെ കൂടെയുണ്ടാവണമെന്ന് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ പടച്ച റബ്ബിന്റെ മുന്നിൽ തന്റെ മനസ്സിന്റെ ആഗ്രഹം പ്രാർത്ഥനയിലൂടെ ബോധിപ്പിക്കുകയാ. ഈ പ്രാർത്ഥന കേട്ടുകൊണ്ട് നിൽക്കുന്ന അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുന്നു, അല്ല, എന്താണ് ഉമ്മു ഹബീബ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? എന്താ നീ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? ഉമ്മു ഹബീബ, നീ മനസ്സിലാക്കിക്കോ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഓരോ ദിവസങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല എണ്ണിക്കണക്കാക്കിക്കൊണ്ടിരിക്കുകയാണ്. അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിന് ഒരു സമയം അല്ലാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അവൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന് ഒരു സമയം അല്ലാഹു കണക്കാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവൻ ശ്വസിച്ചുകൊണ്ടിരിക്കുന്ന വായുവിന് ഒരു കണക്ക് റബ്ബ് വെച്ചിട്ടുണ്ട്. ആ സമയം പടച്ച റബ്ബ് കണക്കാക്കിയ സമയമെത്തിക്കഴിഞ്ഞാൽ, പടച്ച റബ്ബ് നിശ്ചയിച്ച ആ സ്ഥലമെത്തിക്കഴിഞ്ഞാൽ, ആ ദിവസമെത്തിക്കഴിഞ്ഞാൽ, ആ തീയതി എത്തിക്കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് പറയുന്നു, ആ സമയത്ത് ഓരോരുത്തരും മരിക്കേണ്ടവരാണ്, ഓരോരുത്തരും മരിക്കേണ്ടവരാണ്. അതുകൊണ്ട് ഉമ്മു ഹബീബ, നീ പടച്ച റബ്ബിനോട് പ്രാർത്ഥിച്ചോ, വരാനിരിക്കുന്ന ഖബറിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷ കിട്ടാൻ, അതിനുശേഷം ആരംഭിക്കുന്ന നശ്വരമായ ജീവിതത്തിലെ നരകത്തുനിന്ന് രക്ഷ കിട്ടാൻ നീ അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചോ. ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുക്കുകയാണ്. എന്താ അതിലൂടെ മാനവ സമൂഹത്തിന് മുന്നിൽ ഒരു ഉപദേശം കൊടുത്തു? എല്ലാവർക്കും ഒരു കണക്കുണ്ട്, എല്ലാത്തിനും. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ വചനം
ആ രൂപത്തിലുള്ള ഒരു ഓർമ്മയെ വീണ്ടും പുതുക്കിക്കൊണ്ടുള്ള ഒരു ആയത്ത്. വിശുദ്ധ ഖുർആനിൽ നിരവധി അനവധി വചനങ്ങള് സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൻ നാസ് വരെയുള്ള ആ സൂറകളിലെ മുഴുവൻ ആയത്തുകളും സത്താവിന്റെ സംസാരമാണ് എന്ന് അതേ രൂപത്തിൽ വിശ്വസിക്കുന്നവരാണ് ഞാനും നിങ്ങളും. സത്താവിന്റെ സംസാരമാണ്. നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വേണ്ട ഭൂമിയെ നമ്മുടെ സൗകര്യം അനുസരിച്ചുകൊണ്ട് സംവിധാനിച്ചു തന്ന, അതുപോലെ തന്നെ ആകാശങ്ങളെ സൃഷ്ടിച്ച, ആകാശ ലോകത്ത് ഗ്രഹങ്ങളെ സൃഷ്ടിച്ച, മിന്നിത്തിളങ്ങി നിൽക്കുന്ന നക്ഷത്രങ്ങളെ സൃഷ്ടിച്ച അല്ലാഹുവിന്റെ വചനങ്ങളാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് നമ്മൾ. ആ വചനങ്ങളുടെ സമാഹാരമായ വിശുദ്ധ ഖുർആനിന്റെ അവസാനത്തെ വചനം, ഖുർആൻ അവസാനിക്കുന്നത് എങ്ങനെയാ? വത്തഖൂ യൗമൻ തുർജഊന ഫീഹി ഇലല്ലാഹ്. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 281 വചനമാ. മനുഷ്യരെ, അല്ലാഹുവിന്റെ വിളിയാണ് ലോകത്തെ വിളിച്ചുകൊണ്ട് അല്ലാഹ് പറയുകയാ, വത്തഖൂ യൗമൻ, ഒരു ദിവസത്തെ നിങ്ങൾ സൂക്ഷിക്കണേ, തുർജഊന ഫീഹി ഇലല്ലാഹ്, സൃഷ്ടാവിലേക്ക് നിങ്ങൾ മടങ്ങിപ്പോകുന്ന ദിവസമാ. ثم توفى كل نفس ما كسبت وهم لا يظلمون. മരണത്തിനു ശേഷമുള്ള ജീവിതത്തെക്കുറിച്ചുമാണ് റബ്ബ് പറയുന്നത്. മരണത്തോടുകൂടി നിന്റെ ജീവിതം അവസാനിക്കുന്നില്ല. വലൗ കുന്നാ ഇദാ മിത്നാ തുരിക്നാ ലകാനൽ മൗതു റാഹത്തുൽ ലിഹയ്യി വലകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ വനസ്അലു ബഅദഹു അൻ കുല്ലി ശൈ. മരണത്തോടുകൂടി നിന്റെ ജീവിതം അവസാനിച്ചിരുന്നുവെങ്കിൽ സഹോദരാ, ലോകത്ത് നിനക്ക് ലഭിക്കുന്ന ഓരോ സെക്കൻഡുകളും നിന്റേതാക്കി മാറ്റാമായിരുന്നു. നിന്റെ കണ്ണ് കൊതിക്കുന്ന കാര്യങ്ങള്, നിന്റെ കാത് കേൾക്കാൻ കൊതിക്കുന്ന കാര്യങ്ങള്, നിന്റെ നാവ് പറയാൻ കൊതിക്കുന്ന കാര്യങ്ങള്, നിന്റെ മനസ്സ് വല്ലാതെ വെമ്പൽ കൊള്ളുന്ന പ്രവർത്തനങ്ങള്, ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ, ആ പ്രവർത്തനങ്ങളിലേക്ക് നടന്നു പോകാൻ, ആ പ്രവർത്തനങ്ങൾ കാണാൻ, നീ വല്ലാതെ കൊതിക്കുന്ന പാനീയങ്ങൾ കുടിക്കാൻ, നീ വല്ലാതെ നിന്റെ മനസ്സ് നിന്നെ ക്ഷണിച്ചുകൊണ്ടിരിക്കുന്ന അല്ലാഹു നിഷിദ്ധമാക്കിയ പ്രവർത്തനങ്ങളുണ്ടല്ലോ, ആ പ്രവർത്തനങ്ങൾ ചെയ്യാൻ നിനക്ക് നിന്റെ ലോകത്ത് ലഭിച്ച ഓരോ സെക്കൻഡുകളും ഉപയോഗപ്പെടുത്താമായിരുന്നു. ഇത് മരണത്തോടുകൂടി അങ്ങ് കഴിഞ്ഞിരുന്നുവെങ്കിൽ. പക്ഷേ കവിശേഷം പറയുന്ന വരികൾ എന്താ? വലാകിന്നാ ഇദാ മിത്നാ ബുഇസ്നാ. മരിച്ചു കഴിഞ്ഞ ഓരോ മനുഷ്യരെയും അതാ സൃഷ്ടാവ് വീണ്ടും അങ്ങ് ഉയർത്തിയെഴുന്നേൽപ്പിക്കുന്നു. രണ്ടാമത് അല്ലാഹ് സൃഷ്ടിക്കുകയാ. ഈ നിലക്കുള്ള ആയത്തുകൾ വിശുദ്ധ ഖുർആനിലൂടെ കടന്നു വന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലെ ജനങ്ങൾക്ക് മുന്നില് വിശുദ്ധ ഖുർആൻ പരലോകത്തെക്കുറിച്ച് സംസാരിക്കുന്ന ആയത്തുകൾ പറഞ്ഞപ്പോ, അവർക്ക് ഓതിക്കൊടുത്തപ്പോ, അവർക്ക് പഠിപ്പിച്ചു കൊടുത്തപ്പോ, അവർക്ക് കേൾപ്പിച്ചു കൊടുത്തപ്പോ മക്കയിലെ മുശ്രിക്കീങ്ങളായ ആളുകളതാ അവരിൽ നിന്ന് മുമ്പ് മരണപ്പെട്ടു പോയ ആളുകളുടെ ഖബറുകൾ തോണ്ടിയിട്ട് ആ ഖബറിനുള്ളിലെ നുരുമ്പിയ ദ്രവിച്ചുപോയ എല്ലിൻ കഷ്ടങ്ങളെടുത്ത് കടന്നു വന്ന് റസൂലുള്ളാന്റെ മുമ്പിൽ വന്ന് ആ എല്ലിൻ പൊടി, എല്ലുകളുടെ പൊടിയതാ ഊതിപ്പറപ്പിച്ചുകൊണ്ട് റസൂലുള്ളാനോട് ചോദിക്കുകയാ, ഈ നുരുമ്പിയ എല്ലിൻ പൊടികളിൽ നിന്ന് ആരാണ് മുഹമ്മദേ രണ്ടാമത് മനുഷ്യനെ സൃഷ്ടിക്കുന്നത്?
റസൂലുള്ളാന്റെ മുന്നിൽ വന്ന് ചോദിച്ചതാ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഖുർആനക്കാരും കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ആ സമയത്ത് അല്ലാഹു നൽകിയ മറുപടി എന്താ? നുരുമ്പിയ എല്ലിൻ പൊടികളെങ്കിലും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാനുണ്ടല്ലോ. നുരുമ്പിയ എല്ലിൻ പൊടികളെങ്കിലും ചൂണ്ടിക്കാണിക്കാനുണ്ടല്ലോ. ഹൽ അതാ അലൽ ഇൻസാൻ ഹീനം മിനദ്ദഹ്രി ലം യകുൻ ശൈഅൻ മദ്കൂറാ. മനുഷ്യ, ഒരൽപ്പം പിറകിലേക്ക് നീ ഒന്ന് നടന്നു നോക്ക്. 25 വയസ്സുള്ള ഒരു വ്യക്തികള്, 25 വയസ്സുള്ള എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ചിന്തിക്കട്ടെ, 26 വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ എവിടെയാ? 40 വയസ്സുള്ള ഇക്കാക്ക, നിങ്ങളൊന്ന് ചിന്തിക്ക്, 41 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങൾ എവിടെയായിരുന്നു? ഒരു ഉത്തരം നിങ്ങൾക്ക് പറയാൻ കഴിയുന്നില്ല. ആ ഉത്തരവും ഖുർആന് പറഞ്ഞിട്ടുണ്ട്. ഒന്നുമില്ല, ശുദ്ധമായ ശൂന്യതയായിരുന്നു, പറയപ്പെടാനൊന്നുമില്ലാതിരുന്നു. അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിന്നല്ലേ ഇക്കോലത്തിലേക്ക് നിന്റെ രക്ഷിതാവ് ഘട്ടം ഘട്ടമായി വളർത്തിക്കൊണ്ടുവന്നത്. അങ്ങനെയുള്ള സട്ടാവിനാണോ നീ ചൂണ്ടിക്കാണിക്കുന്ന ഈ എല്ലിൻ പൊടിയിൽ നിന്ന് പിന്നെ ഒന്ന് സൃഷ്ടിക്കാനുള്ള പ്രയാസം? ഇന്നമാ അംറുഹു ഇദാ അറാദ ശൈഅൻ അൻ യഖൂല ലഹു കുൻ ഫയകൂൻ. അല്ലാഹുവിന്റെ കാര്യമെന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. ഒരു കാര്യം അവനെങ്ങാനും ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ അൻ യഖൂല ലഹു, അതിനോട് ഉണ്ടാവെന്ന് പറയേണ്ട താമസം കുൻ ഫയകൂൻ, അതങ്ങ് ഉണ്ടായിത്തീരുന്നു. ഇതുപോലെ മനുഷ്യ, നിന്നെയും നിന്റെ സട്ടാവ് രണ്ടാമത് എഴുന്നേൽപ്പിക്കുന്നതാ. അത് സട്ടാവിന്റെ മുന്നിലാ. ആ റബ്ബിന്റെ മുമ്പിലേക്ക് നീ ചെല്ലേണ്ടവനാ. എന്തിനാണെന്നറിയുമോ? വനസ്അലു ബഅദഹു അൻ കുല്ലി ശൈ. അതിനുശേഷം അല്ലാഹുവിന്റെ മുമ്പിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഈ ലോകത്ത് ചെലവഴിച്ച ഓരോ സെക്കൻഡുകളെ കുറിച്ചും കൃത്യമായി ആ റബ്ബ് നിന്നെ വിചാരണ ചെയ്യുന്നതാ, ചോദ്യം ചെയ്യുന്നതാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാ, മടങ്ങിപ്പോകുന്ന ദിവസത്തെ സൂക്ഷിച്ചോ. പിന്നെയോ സുമ്മ തുവഫാ കുല്ലു നഫ്സിൻ മാ കസബത്, പിന്നീട് പരിപൂർണമായ പ്രതിഫലം. ഈ ലോകത്ത് നിങ്ങൾ പ്രവർത്തിച്ച പ്രവർത്തനങ്ങൾക്ക് മുഴുവനും ഒരാൾക്കും ഒന്നും കൊടുക്കാതെ പോവുകയില്ല. ആരും പരാതി പറയുകയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല, ഞാൻ ഇന്ന പ്രവർത്തനം ചെയ്തിട്ടുണ്ട്, എനിക്ക് പ്രതിഫലം കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയേണ്ടതില്ലാത്ത വിധം കൃത്യമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കും നൽകുന്നതാ. വഹും ലാ യുളമൂൻ, അവിടെ വെച്ചുകൊണ്ട് അല്ലാഹു ഒരാളോടും ഒട്ടും അനീതി കാണിക്കുകയില്ല, ആരോടും അനീതി കാണിക്കപ്പെടുകയില്ല. അങ്ങനെ ഒരു ലോകത്തിലേക്ക് തിരിച്ചു പോകേണ്ടവരാണ് നമ്മൾ. അവിടെ എത്തിയിട്ട് അല്ലാഹുവിന്റെ മുമ്പിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗം അത് ലഭിക്കേണ്ടവരാണ് നമ്മൾ. ആ സ്വർഗത്തിന് വേണ്ടി പണിയെടുക്കുന്നവരാണ് നമ്മൾ. എന്നാൽ പ്രിയപ്പെട്ടവരെ, ആ സ്വർഗം ലഭിക്കുക ആർക്ക് വേണ്ടിയാണ്? സ്വർഗം അല്ലാഹു തയ്യാറാക്കി വെച്ചിരിക്കുന്നത്. എങ്ങനെ ജീവിച്ചാലാണ് സ്വർഗത്തിലേക്ക് എത്തിച്ചേരുക? ഈ കർമ്മങ്ങള് പ്രകടമായി താൻ മുസ്ലിമാണ് എന്ന് പറയാകുന്ന രൂപത്തിലുള്ള ചില ഏതാനും കർമ്മങ്ങൾ നിർവഹിച്ചതുകൊണ്ട് മാത്രം അല്ലാഹുവിന്റെ പ്രവിശാലമായ സ്വർഗത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള ഒരു ധാരണയിലാണ് മഹാഭൂരിപക്ഷം ആളുകളും ഇന്ന് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. 5 വക്ത് നമസ്കാരം നിർവഹിച്ചാൽ, റമളാൻ മാസം കടന്നു വന്നാൽ, നോമ്പനുഷ്ഠിക്കാൻ തയ്യാറായാൽ, വിശുദ്ധ ഖുർആനിൽ നിന്ന് ഒരൽപഭാഗം ഓതിക്കഴിഞ്ഞാൽ, സമ്പത്തിൽ നിന്ന് പാവപ്പെട്ടവർക്ക് ഏതാനും സംഖ്യ കൊടുത്തു കഴിഞ്ഞാൽ, താൻ അല്ലാഹുവിന്റെ പ്രവാചകന്മാര് പോയ, സുദ്ദീഖീങ്ങൾ പ്രവേശിച്ച, ശുഹദാക്കളും സ്വാലിഹീങ്ങളും ഒക്കെ പ്രവേശിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാനുള്ള യോഗ്യത താൻ നേടിയിട്ടുണ്ട് എന്നുള്ള മൗഢ്യമായ ധാരണയിലാണ് ഇന്ന് മഹാഭൂരിപക്ഷം ആളുകളും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറഞ്ഞ ഒരു വചനം, പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സുകളിൽ നിന്ന് ഒരിക്കലും മുതിർന്നു പോകാത്ത വിധം, ചാടിപ്പോകാത്ത വിധം കയറിട്ട് ബന്ധിപ്പിക്കേണ്ട ഒരു വചനമാണ്. എന്താ റസൂലുള്ള പറഞ്ഞത്? നിങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ആണ് പറയുന്നത്. അദ്ദേഹം പറയുന്നു, സമിഅ്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, അല്ലാഹുവിന്റെ റസൂല് പറയുന്നതായി ഞാൻ കേട്ടു. അവിടുന്ന് പറയുന്നത്, റസൂലുള്ള പറയുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കേട്ടിട്ടുണ്ട്. എന്താ റസൂലുള്ള പറഞ്ഞത്? ലൻ യുദ്ഖില അഹദൻ അമലുഹുൽ ജന്ന, ഒരാളെയും തന്നെ അവന്റെ കർമ്മങ്ങൾ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കുകയില്ല. നിർവഹിക്കുന്ന കർമ്മങ്ങൾക്ക് പകരമായി കിട്ടാവുന്ന ഒന്നല്ല സ്വർഗം. സ്വഹാബത്തിനോടാ റസൂലുള്ള പറയുന്നത്. ആ സ്വഹാബത്ത് അമലുകൾ ചെയ്യുന്ന വിഷയത്തിൽ എത്ര താല്പര്യം കാണിച്ചവരാ. തബൂക്ക് യുദ്ധത്തിന് സൈന്യം ഒരുങ്ങി നിൽക്കുമ്പോ അള്ളാന്റെ റസൂല് സ്വഹാബത്തിനോട് പറഞ്ഞില്ലേ, നിങ്ങളിൽ ഉള്ളവർ ഉള്ളത് കൊണ്ട് സഹായിക്കുക. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു വദാ ആ സമയത്ത് തന്റെ സമ്പാദിച്ചുണ്ടാക്കിയ മുതലിൽ നിന്ന് ആ സമ്പാദ്യത്തിന്റെ പകുതിയുമായി റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വന്ന് ആ പകുതി അങ്ങ് റസൂലുള്ളാന്റെ മുമ്പിൽ വെച്ചു കൊടുക്കുന്നു. അള്ളാന്റെ റസൂല് ചോദിച്ചില്ല, ഉമറേ, കുടുംബത്തിനെന്ത് മാറ്റിവെച്ചിട്ടുണ്ട്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ സമ്പത്തിന്റെ പകുതി ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട്. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തന്റെ സമ്പാദ്യ മുതലിൽ നിന്ന് മുഴുവനുമായി റസൂലുള്ളാന്റെ മുമ്പിലേക്ക് വരികയാ. ഏതാനും ചില നാണയത്തൊട്ടുകളാണ് അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിൽ ആ സ്വഹാബി വര്യനെ റസൂലുള്ളാന്റെ മുമ്പിൽ വെച്ചു കൊടുത്തത്. ചോദിച്ചു പോയി, റസൂലുള്ള കുടുംബത്തിനെന്ത് മാറ്റിവെച്ചിട്ടുണ്ട്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയോടും അല്ലാഹുവിനോടുമുള്ള സ്നേഹം അത് മാത്രം എന്റെ കുടുംബത്തിന് ഞാൻ മാറ്റിവെച്ച് ഞാൻ ഉണ്ടാക്കിയ, ഞാൻ സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം മുതൽ മുഴുവനും ഇതാ അങ്ങയുടെ മുന്നിൽ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു നബിയേ. അല്ലാഹുവിന്റെ റസൂല് കൽപ്പിച്ച ഏത് കൽപ്പനകളും അത് അതേ രൂപത്തിൽ നിർവഹിക്കാൻ തയ്യാറായ സ്വഹാബത്തിനോടാണ് അല്ലാഹുവിന്റെ റസൂല് പറയുന്നത്, നാം ചെയ്യുന്ന കർമ്മങ്ങള് അതിന് പകരമായി ലഭിക്കുന്ന ഒന്നല്ല സ്വർഗം, അത് സ്വർഗത്തിന് പര്യാപ്തമാകുന്നില്ല എന്ന്. ആ സമയത്ത് സ്വഹാബത്തിന്റെ ചോദ്യം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് സ്വഹാബത്ത് ചോദിച്ചു. ഖാലു, അവര് പറഞ്ഞു, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങേക്കും സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയില്ലേ? അങ്ങ് ചെയ്യുന്ന കർമ്മങ്ങൾക്ക് പോലും പകരമായി ലഭിക്കുന്ന ഒന്നല്ലേ സ്വർഗം നബിയേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ആരാധനാ രീതിയെ കുറിച്ച് അറിയാത്ത മുസ്ലിമില്ല. റസൂലുള്ളാഹിന്റെ നമസ്കാരത്തെ കുറിച്ച് പറയുമ്പോ മുസൽമാന്റെ മനസ്സിലേക്ക് വരുന്ന ഒരു വാക്യമെന്താ? കാലിൽ നീര് വരുവോളം ആ റസൂല് ദീർഘമായി രാത്രി നമസ്കരിച്ച വ്യക്തിയാ. കാലിൽ നീര് വരാൻ വേണ്ടി നമസ്കരിച്ചതല്ല, നമസ്കാരത്തിന്റെ ദൈർഘ്യം കൊണ്ട് കാലിൽ നീര് വന്നതാ. പ്രയാസപ്പെട്ടുകൊണ്ട് നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ഭാര്യ ചോദിച്ചില്ലേ, എന്തിനാണ് നബിയെ ഇത്ര പ്രയാസപ്പെട്ടുകൊണ്ട് അങ്ങ് നമസ്കരിക്കുന്നത്? ലോകത്തിന്റെ റസൂല് പറഞ്ഞ മറുപടി എന്താ? യാ ആയിഷ, അഫലാ അകൂന അബ്ദൻ ശകൂറാ, ഒരു നന്ദിയുള്ള അടിമയാവാൻ എനിക്ക് കഴിയണ്ടേ ആയിഷ? അങ്ങനെ രാത്രി സമയം നമ്മളൊക്കെ ഒന്ന് ആലോചിച്ചാൽ, ഒരു ദിവസം 5 നേരം നമസ്കാരം കഴിഞ്ഞാൽ തന്നെ
ഇശാ നമസ്കാരം കഴിഞ്ഞാൽ ഔ സമാധാനായി ആണ് കഴിഞ്ഞല്ലോ എന്നുള്ള ഒരു തോന്നല. പക്ഷേ അല്ലാഹുവിന്റെ റസൂല് രാത്രി സമയം ഏതാ രാത്രിയുടെ 1/3 ആ സമയം മഹാനായ റസൂല് ആ സമയത്തിന്റെ പ്രത്യേകതയെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞുവല്ലോ, യതനസ്സലു റബ്ബുനാ തബാറക വതആല. പ്രിയപ്പെട്ടവരെ, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ രക്ഷിതാവ്, നമുക്ക് വെള്ളം നൽകിക്കൊണ്ടിരിക്കുന്ന രക്ഷിതാവ്, ഈ സംസാരം ഇവിടെ വന്ന് കേൾക്കാൻ കാത് നമുക്ക് നൽകിയ രക്ഷിതാവ്, ഇത് കാണാൻ കണ്ണ് നൽകിയ രക്ഷിതാവ്, നടക്കാൻ കാലുകൾ നൽകിയ രക്ഷിതാവ്, സഹോദരാ സഹോദരി, നിന്നെ കാണാൻ, നിന്റെ ജീവിതത്തിലെ പരാതികൾ പരിഹരിക്കാൻ ദാ നോക്കിയാൽ കാണുന്ന ആകാശത്തിലേക്ക് ഇറങ്ങി വരുന്നു. റസൂല് പഠിപ്പിച്ചതാ, ആ രാത്രി 1/3 കഴിഞ്ഞാൽ അഥവാ അർദ്ധരാത്രിയായി കഴിഞ്ഞാൽ ജനങ്ങൾ ഗാഢനിദ്രയിലാകുന്ന സമയത്ത് നിന്റെ രക്ഷിതാവ് നിന്നെ കാണാൻ, നിന്റെ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ, ആ പ്രശ്നങ്ങൾ ആ നാഥന്റെ മുന്നിൽ പറയാൻ ആ റബ്ബ് ചോദിക്കുന്നു, ആരുണ്ട് എന്നോട് ചോദിക്കാൻ ഞാൻ അവന് കൊടുക്കാം, ആരുണ്ട് എന്നോട് ഇസ്തിഗ്ഫാർ നടത്താൻ ഞാൻ അവന് മഗ്ഫിറത്ത് കൊടുക്കാം, ആരുണ്ട് എന്നോട് സ്വർഗം ചോദിക്കാൻ ഞാൻ അവന് സ്വർഗം കൊടുക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അള്ളാഹു ഒന്നാം ആകാശത്തിലേക്ക് വരുന്നത്. ആ സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ നമസ്കാരത്തിലാകുന്നത്, ദീർഘമായി നമസ്കരിക്കുകയാ. അങ്ങനെ നമസ്കാരം നിർവഹിക്കാൻ തയ്യാറായ ആ റസൂലുള്ളാഹിനോടാണ് സ്വഹാബത്ത് ചോദിക്കുന്നത്, വലാ അൻത യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, അങ്ങയുടെ കർമ്മവും സ്വർഗത്തിന് പകരമാവില്ലേ, സ്വർഗത്തിലേക്ക് എത്തിക്കുകയില്ലേ അങ്ങ് ചെയ്യുന്ന കർമ്മങ്ങള്? ആ സമയത്ത് എന്താ റസൂലുള്ള പറഞ്ഞ മറുപടി? മുസൽമാനെ, റസൂലുള്ള പറഞ്ഞ മറുപടിയാണ് രക്ഷിതാക്കളെ ശ്രദ്ധിക്കേണ്ടത്. പ്രിയപ്പെട്ട ഉമ്മമാരെ, ആ മറുപടിയാണ് നമ്മുടെ മനസ്സിൽ കെട്ടി നിർത്തേണ്ടത്. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞുവല്ലോ, വലാ അനാ. ആ റസൂൽ അങ്ങനെയാണ് മറുപടി തുടങ്ങിയത്. ഇല്ല ജനങ്ങളെ, എനിക്കുമില്ല, ഞാനുമില്ല. ഞാൻ ചെയ്യുന്ന അമലുകൾക്ക് പോലും സ്വർഗം ലഭിക്കുകയില്ല, ഞാൻ ചെയ്യുന്ന അമലുകൾക്ക് പോലും സ്വർഗം പകരമായി എനിക്ക് ലഭിച്ചു കൊള്ളണമെന്നില്ല. ശേഷം പറഞ്ഞു, ഇല്ല അയ്യതഗമ്മദനി അല്ലാഹു ബിഫളലിൻ വറഹ്മ. എങ്ങനെയല്ലാതെ അല്ലാഹുവിന്റെ കാരുണ്യവും അല്ലാഹുവിന്റെ ഔദാര്യവും എന്നെ ചുറ്റിപ്പൊതിഞ്ഞാലല്ലാതെ, അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ, അല്ലാഹുവിന്റെ ഔദാര്യം കിട്ടാതെ ആ റബ്ബിന്റെ സ്വർഗത്തിന്റെ കവാടങ്ങള് എന്റെ മുന്നിലും തുറക്കപ്പെടുകയില്ല. ഇത് റസൂലുള്ളാഹിന്റെ വാക്കാട് കേട്ടോ. ജനങ്ങൾക്ക് സന്മാർഗത്തിന്റെ വഴിയേതാണെന്ന് വേർതിരിച്ചു കാണിച്ചു കൊടുക്കാൻ റബ്ബിനാൽ നിയോഗിതരായ പ്രവാചകന്മാരിലെ അവസാന കണ്ണിയായ അഷ്റഫുൽ ഖൽഖിന്റെ വാക്കാ. എന്ത്? അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടാതെ, പടച്ച റബ്ബിന്റെ കാരുണ്യം കിട്ടാതെ ആ റബ്ബിന്റെ സ്വർഗത്തിലേക്ക് പോകാൻ എനിക്ക് കഴിയില്ല. ഞാൻ ചെയ്യുന്ന കർമ്മങ്ങളും ആ സ്വർഗത്തിലേക്ക് ഒരിക്കലും എന്നെ എത്തിക്കുകയില്ല എന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ സ്വാഭാവികമായും അന്വേഷിക്കേണ്ട ബാധ്യതയുണ്ട് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം. അല്ലാഹുവിന്റെ റഹ്മത്ത് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? അല്ലാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമകളിൽ ഒരാളായി മാറണമെങ്കിൽ, കാരുണ്യവാനായ രക്ഷിതാവിന്റെ അടിമകളിൽ കാരുണ്യം ലഭിച്ച് പടച്ച റബ്ബിന്റെ റഹ്മത്ത് കിട്ടി അവന്റെ ഇഷ്ടപ്പെട്ട അടിമയായി തീരണമെങ്കിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ജീവിതത്തിൽ എന്ത് മാറ്റങ്ങളാണ് ഞാൻ വരുത്തേണ്ടത്? അതിന് ഞാൻ തയ്യാറാണ്.
എന്നുള്ള ഒരു പ്രതിജ്ഞയോടുകൂടിയാവണം ഈ സംസാരം ശ്രദ്ധിക്കേണ്ടത്. റഹ്മത്ത് കിട്ടാൻ എന്ത് വേണം? എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? ആദ്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് റഹ്മത്ത് എന്ന് പറഞ്ഞാൽ കാരുണ്യം എന്നാണ്. അതിന്റെ നേരെ വിപരീതമാണ് ലഅനത്ത് എന്നുള്ളത്, ശാപം എന്ന് പറയുന്നത്. ലഅനത്ത് വിശുദ്ധ ഖുർആൻ പരിശോധിച്ചാൽ അള്ളാഹുവിന്റെ ലഅനത്ത് കിട്ടിയ ആളുകളെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. സ്വാഭാവികമായും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട അടിമയായി താൻ മാറണം എന്ന് ആഗ്രഹിക്കുന്ന ഒരുവനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന് ഏറ്റവും വെറുപ്പ്, ആ വെറുപ്പിന്റെ ഭാഗമായി അള്ളാഹ് ശപിച്ച ആളുകളുടെ സ്വഭാവങ്ങൾ എങ്ങനെയാണ്, അതെന്താണ് എന്ന് അറിയുകയും ആ സ്വഭാവങ്ങൾ തന്റെ ജീവിതത്തിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്താനും ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മളെല്ലാവരും നിത്യവും നമസ്കാരത്തിൽ നെഞ്ചത്ത് കൈവച്ച് അള്ളാഹുവിനോട് ഒരു ദിവസം 17 തവണ നിർബന്ധമായും പറയുന്ന മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ നാഥനോട് പറയുന്നത്? പടച്ചറബേ, നിന്റെ അനുഗ്രഹത്തിന് പാത്രീഭൂതരായ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ, അംബിയാഇന്റെ കൂട്ടത്തിൽ, സുദ്ദീഖീങ്ങളുടെ കൂട്ടത്തിൽ, ശുഹദാക്കളുടെ കൂട്ടത്തിൽ എന്നെ നീ ഉൾപ്പെടുത്തണേ എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹുവിനോട് പറയുന്നുണ്ട്, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലീൻ, പടച്ചറബേ എന്നെ ഉൾപ്പെടുത്തരുത്. സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നത് എത്രമാത്രം ആത്മാർത്ഥമായിട്ടാണോ, ആഗ്രഹത്തോടുകൂടിയാണോ, അതേ ആഗ്രഹത്തോടുകൂടി അള്ളാഹുവിനോട് ശേഷം പറയുന്നു, പടച്ചറബേ നീ കോപിച്ചവരുടെ കൂട്ടത്തിൽ, നീ വെറുത്തവരുടെ കൂട്ടത്തിൽ, നിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തല്ലേ എന്ന് പടച്ചറബിനോട് പ്രാർത്ഥിക്കുന്നവരാണ് നമ്മൾ. സ്വാഭാവികമായും നമ്മൾ അങ്ങനെ അള്ളാഹുവിന്റെ ശാപകോപങ്ങൾക്ക് വിധേയരായ ആളുകള് ആരാണ് എന്ന് കൃത്യമായി അറിയേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിലൂടെ നമുക്കൊന്ന് പരിശോധിക്കാം. റഹ്മത്ത് കിട്ടണമെന്ന് കൊതിക്കുന്നവര്, ലഅനത്ത് കിട്ടിയ ആളുകളെ കുറിച്ച് അറിയേണ്ടതുണ്ട് എന്നർത്ഥം. വിശുദ്ധ ഖുർആനിലെ 2-ാം അധ്യായം സൂറത്തുൽ ബഖറ 159-ാമത്തെ വചനത്തിലൂടെ അള്ളാഹുവിന്റെ ലഅനത്തിന് വിധേയരായ, അള്ളാഹു ശപിച്ച ആളുകളെ കുറിച്ച് അള്ളാഹു സംസാരിക്കുന്നുണ്ട്. അള്ളാഹു പറയുന്നു, ഇന്നല്ലദീന യക്തുമൂന മാ അൻസൽനാ മിനൽ ബയ്യിനാതി വൽ ഹുദാ മിൻ ബഅദി മാ ബയ്യനാഹു ലിന്നാസി ഫിൽ കിതാബ് ഉലൈക യൽഅനുഹുമുല്ലാഹ് വയൽഅനുഹുമുൽ ലാഇനൂൻ. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റബ്ബ് ശപിച്ചവരെ കുറിച്ച് റബ്ബ് പറയുന്നത്, ആ റബ്ബിന് വെറുപ്പുള്ളവരെ കുറിച്ച് റബ്ബ് പറയുന്നത്, അള്ളാഹുവിന്റെ വെറുപ്പ് സമ്പാദിക്കുന്ന അടിമകളെ കുറിച്ച് റബ്ബ് പറയുന്നത്, അള്ളാഹുവിന്റെ നരകത്തിന്റെ അവകാശികളായ അടിമകളെ കുറിച്ച് അല്ലാഹ് പറയുന്നത്. നാം ആഗ്രഹിക്കുന്നത് ഇബാദുർ റഹ്മാനിൽ ഉൾപ്പെടാനല്ലേ, അള്ളാഹുവിന്റെ ഇഷ്ടം നേടുന്നവരിൽ പെടാനല്ലേ, അതിലൂടെ അള്ളാന്റെ സ്വർഗം ലഭിക്കുന്നവരിൽ ഉൾപ്പെടാനല്ലേ. അതുകൊണ്ട് സ്വാഭാവികമായും നമ്മൾ പരിശോധിക്കണം, ആരെയാ അള്ളാഹുവിന് വെറുപ്പുള്ളത്, ആരാണ് പടച്ച റബ്ബിന്റെ ശാപത്തിന് വിധേയരായത്. അള്ളയാണ് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് സത്യം മനസ്സിലാക്കി വിശുദ്ധ ഖുർആനിലൂടെ, വേദഗ്രന്ഥത്തിലൂടെ സത്യമെന്താണ്, അസത്യമെന്താണ്, പ്രിയപ്പെട്ടവരെ നീതി എന്താണ്, അനീതി എന്താണ് എന്ന് അള്ളാഹു കൃത്യമായി പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം അത് മൂടിവെക്കുന്നവനായി നിങ്ങളിൽ ആരുണ്ടോ, അത് മറച്ചു വെക്കുന്നവനായി നിങ്ങളിൽ ആരുണ്ടോ, അവരെ കുറിച്ചാണ് ഈ വചനത്തിലൂടെ അല്ലാഹു പറയുന്നത്. ഉലൈക യൽഅനുഹുമുല്ലാഹ്, അവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു കേട്ടോ.
സത്യം മറച്ചു വെക്കുന്നവരെ, സത്യം മനസ്സിലാക്കിയിട്ട് അത് മൂടിവെച്ച് അതിന് വിപരീതമായി ജീവിക്കുന്നവരെ അല്ലാഹു ശപിച്ചിരിക്കുന്നു എന്നാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അത് ഒരു വിഭാഗം ആളുകളാണ്. സത്യം മനസ്സിലാക്കിയിട്ട്, അതായത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ആഗ്രഹിക്കുന്ന മനസ്സുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ആ സ്വർഗം ലഭിക്കാൻ അവൻ ചെയ്തു തീർക്കേണ്ട പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് എന്ന് ബോധ്യമായതിനു ശേഷം ആ പ്രവർത്തനങ്ങളൊന്നും അറിയാത്തവനെ പോലെ ആ പ്രവർത്തനങ്ങളൊക്കെ ഒഴിവാക്കി കളയുന്ന ആളുകൾ, നന്മ എന്താണ് എന്ന് അറിഞ്ഞിട്ടും മനസ്സിലാക്കിയിട്ടും കേട്ടിട്ടും അത് പ്രവർത്തിക്കാത്ത ആളുകൾ നോക്കൂ നിങ്ങൾ. അതുകൊണ്ടാണ് മുഹമ്മദ് ഇബ്നു ബൽഖി റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ അൽ ഇഅ്തിസ്വാം എന്ന ഗ്രന്ഥത്തിലൂടെ അദ്ദേഹം വിളിച്ചു പറഞ്ഞു 4 കാരണങ്ങളാൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്താണ് എന്നുള്ളത്. 4 കാരണങ്ങളാൽ ഒരാൾ ഇസ്ലാമെന്ന് പുറത്താ. നമ്മളൊക്കെ ഇപ്പോഴും മുസ്ലിമീങ്ങൾ തന്നെയാണ് എന്ന് വിശ്വസിക്കുന്നവരാണ്. ആയിക്കോട്ടെ, അങ്ങനെ തന്നെ വേണം. പക്ഷേ ഈ 4 കാര്യങ്ങളൊന്ന് കേട്ടിട്ട് നിങ്ങളൊന്ന് പറയണം, നിങ്ങൾ വിശ്വാസികളാണോ മുസ്ലിമീങ്ങളാണോ എന്നുള്ളത്. 4 കാര്യങ്ങൾ. ഒന്ന് അദ്ദേഹം പറഞ്ഞു, അറിയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാതിരിക്കുന്നവർ, അറിയുന്ന കാര്യങ്ങൾ പ്രവർത്തിക്കാത്തവര് അവർ ഇസ്ലാമെന്ന് പുറത്താണ് എന്നർത്ഥം. രണ്ടാമതായി പറഞ്ഞു, പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരമില്ലാത്ത ആൾക്കാര്. പലപ്പോഴും പല ആളുകളും പറയാറുണ്ട്, എന്തിനാ ഓരോ ക്ലാസ് ഇങ്ങനെ വെള്ളിയാഴ്ചയിലെ ഖുത്ബന്നെ ധാരാളമാ. അങ്ങനെ വിജ്ഞാന സദസ്സുകളെ, അതുമായി ബന്ധപ്പെട്ട അതുപോലെയുള്ള സിംബോസിയങ്ങളെ, സെമിനാറുകളെ, പഠന ക്യാമ്പുകളെ, സമ്മേളനങ്ങളെ ഒക്കെ നിരുത്സാഹപ്പെടുത്തുന്ന രൂപത്തിലുള്ള സംസാരങ്ങൾ നടത്തുന്ന കുറെ ആളുകൾ. പ്രവർത്തിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരു വിവരം ഒരു മുസൽമാന് ഉണ്ടായിരിക്കണം എന്നർത്ഥം. അതില്ലാത്ത ആളുകൾ ഇസ്ലാമെന്ന് പുറത്താ. മൂന്നാമതായി അദ്ദേഹം പറയുന്നത്, അറിയാത്ത കാര്യങ്ങൾ പഠിക്കാൻ തയ്യാറില്ലാത്ത ആളുകൾ. എന്തിനാ QHLS, ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂളുകൾ? എന്തിനാ? ആളുകൾക്ക് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയാ. അത് ഇസ്ലാമിൽ വസിക്കുന്ന, മരണം വരെ മുസ്ലിമായി ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനുള്ളതാ, അവന്റെ ബാധ്യതയാണ്. അവന് അറിയാത്ത കാര്യങ്ങൾ പഠിച്ചു മനസ്സിലാക്കുക എന്നുള്ളത്. നാലാമതായി പറഞ്ഞു, പഠിക്കാൻ തയ്യാറാകുന്ന ആളുകളെ അതിൽ നിന്ന് തടയുന്നവര് അവരും ഇസ്ലാമെന്ന് പുറത്താണ്. പഠിക്കാൻ തയ്യാറായി വരുന്നവരെ അത് കേൾക്കണ്ട, അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് പോണ്ട, അത് വായിക്കണ്ട, ഇന്ന ക്യാസറ്റ് കാണരുത്, കേൾക്കരുത്, വാങ്ങരുത് എന്നൊക്കെ ഫത്വ ഇറക്കാൻ കുറെ ആളുകൾ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഒരു വേദിയിലും ഇതുപോലെയുള്ള സംസാരം നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂല. എന്ന് പറഞ്ഞാ ഇന്നയാളുകളുടെ വയൽ നിങ്ങൾ കേൾക്കരുത്, ഇന്നയാളുടെ പുസ്തകങ്ങൾ വായിക്കരുത്, ഇന്നയാളുകളുടെ CD-കൾ കാണരുത് പറയുന്നില്ല. മുജാഹിദ് പ്രസ്ഥാനം സംഘടനയെ കാളക്കൂട്ടാണ്ടാക്കിയതല്ല, മറിച്ച് പരലോകത്തിലേക്ക്, സ്വർഗത്തിലേക്ക് എല്ലാവരും എത്തിച്ചേരണമെന്ന് കൊതിക്കുന്ന ആളുകളുള്ള ഒരു കൂട്ടായ്മയാണ്. അത് മാത്രം ലക്ഷ്യം വെക്കുന്നവരാണ്. അപ്പൊ നോക്കൂ നിങ്ങൾ, അറിയുന്ന കാര്യങ്ങള് പഠിക്കാൻ തയ്യാറാവാതെ, അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ ഒന്നും നിൽക്കാതെ പ്രവർത്തിക്കാൻ തയ്യാറില്ലാത്ത ആളുകള് ഇസ്ലാമെന്ന് പുറത്താ. അള്ള പറയുന്നു, അവരെ അള്ള ശപിച്ചിരിക്കുന്നു. കേട്ട കാര്യങ്ങൾ പ്രവർത്തിക്കാത്ത ആളുകള് അവര് ഇബാദുർ റഹ്മാനിൽ പെടൂല. ഒന്ന് മനസ്സിലാക്കിക്കോ. ഇതൊക്കെ ഇങ്ങനെ പറയുമ്പോ, ശപിച്ച ആളുകളെ കുറിച്ച് പറയുമ്പോ അവർക്ക് അള്ളാന്റെ കാരുണ്യമില്ല. പടച്ച റബ്ബിന്റെ കാരുണ്യം കിട്ടിയ ആളുകളാണല്ലോ കാരുണ്യവാന്റെ അടിമകള്, അല്ലേ? അപ്പോ വിശുദ്ധ ഖുർആൻ ആദ്യമായി ശപിച്ച വ്യക്തിയെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യമായി അള്ളാഹുവിന്റെ ശാപത്തിന് വിധേയരായ ഒരു വ്യക്തിയെ കുറിച്ച് അള്ളാഹു പറയുന്നു. അതാരാ? പിശാച് തന്നെയാ, ശൈത്വാനാണ്. വിശുദ്ധ ഖുർആനിലെ 38-ാം അധ്യായത്തിന്റെ 78-ാമത്തെ വചനത്തിലൂടെ പിശാചിനോട് സംസാരിക്കുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു,
وإن عليك لعنتي إلى يوم الدين. തീർച്ചയായും നിനക്ക് എന്റെ ശാപമുണ്ട്, ഖിയാമത്ത് നാൾ വരെ നിന്നെ ഞാൻ ശപിച്ചിരിക്കുന്നു. പിശാചിനെയാണ് അല്ലാഹ് ആദ്യമായി ശപിക്കുന്നത്. ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ശാപത്തിന് വിധേയനാണ് പിശാച്. എന്തുകൊണ്ടാ പിശാചിനെ അല്ലാഹ് ശപിച്ചത്? എന്തേ പിശാചിന് ഖിയാമത്ത് നാൾ വരെ അല്ലാഹുവിന്റെ ശാപം കിട്ടാനുള്ള കാരണം? സ്വാഭാവികമായും മുസ്ലിമേ, അത് നീ അന്വേഷിക്കേണ്ടതുണ്ട്, അത് നീ അറിയേണ്ടതുണ്ട്. അത് അല്ലാഹു കൃത്യമായി ഖുർആനിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. 2-ാം അധ്യായത്തിന്റെ 34-ാമത്തെ വചനത്തിലൂടെ അല്ലാഹു പറഞ്ഞുവല്ലോ, വഇദ് ഖുൽനാ ലിൽ മലായികതി ഇസ്ജുദൂ ലി ആദമ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആദം നബിയെ സൃഷ്ടിച്ചപ്പോ അല്ലാഹുവിന്റെ സമീപത്തുള്ള മാലാകമാരോടും പിശാചിനോടും അതാ പടച്ച റബ്ബ് സുജൂദ് ചെയ്യാൻ കൽപ്പിക്കുകയാണ് ആദമിന്റെ മുമ്പിൽ. ആ സമയത്ത് ഫസജദൂ, മാലാകമാര് മുഴുവനും മലക്കുകൾ മുഴുവനും ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുമ്പിൽ സുജൂദ് ചെയ്യുന്നു. ഇല്ലാ ഇബ്ലീസ്, പിശാച് ഒഴികെ ബാക്കിയെല്ലാവരും സുജൂദ് ചെയ്തു. എന്നിട്ട് പിശാചിന്റെ സ്വഭാവത്തെ കുറിച്ച് അല്ലാഹ് പറയുകയാ, അബാ വസ്തക്ബറാ വകാന മിനൽ കാഫിരീൻ. അബാ, അവൻ വിസമ്മതിച്ചു, വസ്തക്ബറ, അവൻ അഹങ്കാരം നടിച്ചു, വകാന മിനൽ കാഫിരീൻ, അവൻ കാഫിറുകളിൽ പെട്ടവനാ. കാഫിർ എന്ന് പറയുമ്പോ സ്വാഭാവികമായും മുസ്ലിമീങ്ങളായ ആളുകള്, മഹാഭൂരിപക്ഷം ആളുകളും മനസ്സിലാക്കി വെച്ചത് തന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്ന ഹൈന്ദവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാ, അതുപോലെ തന്നെ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയാ, അവരെയാണ് കാഫിർ എന്ന് പറഞ്ഞ് വിരൽ ചൂണ്ടുന്നത്. സഹോദരാ, ഒരു മുസ്ലിമിന്റെ നെഞ്ചത്തേക്ക് കാഫിർ എന്ന് പറഞ്ഞുകൊണ്ട് വിരൽ ചൂണ്ടുമ്പോ ബാക്കിയുള്ള 3 വിരലുകളും തന്റെ നേരെയാ താൻ ചൂണ്ടിയിട്ടുള്ളത്. അതേ കാഫിർ എന്ന് പറഞ്ഞാല് സത്യം മനസ്സിലാക്കിയിട്ട് അത് നിഷേധിച്ചുകൊണ്ട് ജീവിക്കുന്നവനായി ഏതവനുണ്ടോ അവനെല്ലാം കാഫിർ തന്നെയാ. ഒരു കർഷകനെയും കാഫിർ എന്ന് പറയുന്നുണ്ട്. ഒരു കുഴിയുണ്ടാക്കി ആ കുഴിയിൽ വിത്തിറക്കി ആ വിത്ത് മണ്ണിട്ട് മൂടുന്ന ഒരു കർഷകനെയും പറയുന്നുണ്ട് കാഫിർ എന്നുള്ളത്. നേരത്തെ ഞാൻ സൂചിപ്പിച്ചില്ലേ, സത്യം മനസ്സിലാക്കിയിട്ട് സത്യമറിഞ്ഞിട്ട് അത് മൂടിവെക്കുന്നവനായി നിങ്ങളുടെ കൂട്ടത്തിൽ ആരുണ്ടോ? പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരാളാണ് നമ്മളെങ്കിൽ നമ്മളും അല്ലാഹുവിന്റെ അരികിലുള്ള ലിസ്റ്റിൽ കാഫിർ തന്നെയാ.